ഇന്ന് ലോക ശ്വാസകോശ ക്യാൻസർ ദിനമാണ്. ശ്വാസകോശ അർബുദത്തെക്കുറിച്ചും നൂതന ചികിത്സാ രീതികളെക്കുറിച്ചും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പൾമനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശില്പ KV സംസാരിക്കുന്നു. ഓഗസ്റ്റ് 1 ലോക ലങ് ക്യാൻസർ ദിനമാണ്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് അമല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൾമനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ശില്പ KV ആണ്. ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഒരു ജനറലായി പറയുകയാണെങ്കിൽ എന്താണ് ഇത്? നമുക്ക് ക്യാൻസറുകളുടെ ഉള്ളിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഏറ്റവും മരണനിരക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ശ്വാസകോശത്തെ സംബന്ധിക്കുന്ന ക്യാൻസർ. അതിൽ തന്നെ നമ്മൾ നീണ്ടു നിൽക്കുന്ന ചുമ, കഫത്തിൽ രക്തത്തോടു കൂടെയുള്ള കറ കാണുന്നത്, ശ്വാസതടസ്സം, നെഞ്ചുവേദന, നമുക്ക് അമിതമായിട്ട് നമ്മൾ ക്രമാതീതമായിട്ട് വരുന്നൊരു വെയിറ്റ് ലോസ്, നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ശരീരഭാരം കുറയൽ വരുന്നത്, വിശപ്പില്ലായ്മ, ജനറലായിട്ടുള്ള ക്ഷീണം, ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് ലങ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ നമ്മൾ ലങ്സിൻ്റെ ഒരു എക്സ്റേ എടുത്ത് പ്രിലിമിനറി സ്ക്രീനിങ് ചെയ്ത് ആവശ്യം വരികയാണെങ്കിൽ ലങ് CT സ്കാൻ എടുത്ത് നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ട്യൂമർ ഉണ്ടോ അല്ലെങ്കിൽ ട്യൂമറിന് അനുപാതികമായിട്ടുള്ളൊരു മുഴ ലങ്സിലുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഏർലി സ്റ്റേജിൽ മിസ്സായി പോയി കഴിഞ്ഞാലാണ് അത് കുറച്ചും കൂടെ നമുക്കൊരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് കടക്കുന്നതും പിന്നീട് ട്രീറ്റ്മെന്റ് ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതുമല്ല. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കൂടുതലും, എങ്ങനെയുള്ള ആളുകളിലാണ് ഈ ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ? പുകവലിക്കാരിലാണ് ഏറ്റവും കോമൺ ആയിട്ട് ലങ് ക്യാൻസർ കണ്ടുവരുന്നത്. ബിക്കോസ് അതിനകത്ത് കാണുന്ന ടാറും നിക്കോട്ടിൻസും ബാക്കി കെമിക്കൽസ് കാരണം ഉണ്ടാകുന്ന എക്സ്പോഷറും ഉണ്ട്. അല്ലാതെ തന്നെ നമുക്കിപ്പോൾ വർദ്ധിച്ചു വരുന്ന നമ്മുടെ നാട്ടിലെ എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ ഇൻഡോർ എയർ പൊല്യൂഷൻ, വീടിനകത്ത് കൂടുന്ന ഇൻഡോർ എയർ പൊല്യൂഷൻ, പിന്നെ നമുക്ക് ചില കെമിക്കൽ സബ്സ്റ്റൻസുകൾ, ഇപ്പോൾ റാഡോൺ, ആസ്ബസ്റ്റോസ് ഒക്കെ പോലെയുള്ള കെമിക്കൽസ്, വളർന്നു വരുന്ന നമ്മുടെ പൊല്യൂഷൻ്റെ ഇൻറ്റൻസിറ്റി, ഇതെല്ലാം നമുക്ക് ലങ് ക്യാൻസറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനറ്റിക്സും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ജനറ്റിക്കലി ചില മ്യൂട്ടേഷൻസ് നമുക്ക് സംഭവിക്കുന്നത് ലങ് ക്യാൻസറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഏത് ഘട്ടത്തിലാണ് ഒരു ഡോക്ടറെ സമീപിക്കുന്നത്? അതെ, ഒരു 2-3 ആഴ്ചയിലേക്ക് മേലെ നീണ്ടു നിൽക്കുന്ന ഒരു ചുമ ഒരിക്കലും നമ്മൾ ഗവനിക്കാതെ വിടരുത്. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ചുമ വരുവാണെങ്കിൽ നമ്മളത് ഇമേജിങ് ചെയ്ത് ഡോക്ടറെ കണ്ട്, അതിൻ്റെതായ ഒരു പൾമനോളജിസ്റ്റിനെ കണ്ട് അത് നമുക്ക് ഇമേജിങ് ചെയ്ത് അത് കൺഫേം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഫ്ലാഗ് സൈൻ ആണ് കഫത്തിൽ രക്തം കലരുന്നത്. ലങ് ക്യാൻസറിന്റെ ഒരു ഏർലി വാർണിംഗ് സൈൻ ആണ് നമുക്ക് ഹീമോപ്റ്റൈസിസ് അല്ലെങ്കിൽ രക്തം കലർന്ന കഫത്തിന്റെ കറ. അപ്പോൾ അത് കാണുമ്പോൾ അതൊരിക്കലും നെഗ്ലക്ട് ചെയ്യരുത്. അതുപോലെ തന്നെ അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്, നമ്മുടെ ശരീരഭാരം ക്രമാതീതമായിട്ട് താഴ്ന്നു വരുന്നത്, അമിതമായിട്ടുള്ള ക്ഷീണം, എപ്പോഴും ഉണ്ടാകുന്ന ടയേർഡ്നെസ്, അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ശ്വാസമുട്ടൽ അല്ലെങ്കിൽ കിതപ്പ്, നെഞ്ചിനോട് സൈഡിലോട്ട് ചേർന്ന് വരുന്ന വേദന, ഇതെല്ലാം ലങ് ക്യാൻസറിന്റെ വാർണിംഗ് സൈൻസിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കെമിക്കൽ ഒക്യുപ്പേഷണലായിട്ട് നമ്മളൊരു കെമിക്കൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വർക്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണെങ്കിൽ, പെരാഡോൺ അല്ലെങ്കിൽ ആസ്ബസ്റ്റോസ് മുതലായ കെമിക്കൽസിനോട് സ്ഥിരമായിട്ട് എക്സ്പോസ്ഡ് ആണെങ്കിലും അവരും അതൊരു സ്ക്രീനിങ്ങിലേക്ക് ചെയ്യേണ്ടതാണ്. ഒരാൾ ഇങ്ങനെയുള്ളൊരു അസുഖത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ഒരു മുൻകരുതൽ എടുക്കണം, അല്ലെങ്കിൽ ഏത് രീതിക്കാണ് അയാളുടെ ഒരു ജീവിതചര്യ നടത്തേണ്ടത്? ഏറ്റവും പൊല്യൂഷൻ രഹിതമായിട്ട് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു ശ്വാസം നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ലങ്സിന് കൊടുക്കാവുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. പോഷകാഹാരമുള്ള ഭക്ഷണങ്ങൾ, സമീകൃതമായിട്ടുള്ള ആഹാരം, നല്ല എക്സസൈസ്, നല്ല ഡയറ്റ്, ജനറലി നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി പറയുന്ന എല്ലാം കൂടെ നമുക്കൊരു ക്ലീൻ എയർ ഏറ്റവും അവൈലബിൾ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് നമുക്കൊരു ലങ് ഹെൽത്തിന് ഏറ്റവും നല്ലൊരു കാര്യം. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് നിലവിൽ? നമുക്ക് 4 സ്റ്റേജുകളായിട്ട് ലങ് ക്യാൻസറിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 4 സ്റ്റേജുകളുണ്ട്. ഏർലി സ്റ്റേജിലുള്ള കേസസിലാണ് നമുക്കത് സർജറി വഴിക്കുന്നത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് സെക്കൻഡോ അല്ലെങ്കിൽ തേർഡ് സ്റ്റേജിലേക്കോ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കീമോ റേഡിയേഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈവൻ 4th സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആ സ്റ്റേജിൽ വരെ നമുക്കിപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്ന ന്യൂവർ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ലങ് ക്യാൻസർ കാരണമാകുന്ന മ്യൂട്ടേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിന് മോളിക്കുലർ ടെസ്റ്റുകൾ പോലെയുള്ള ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ച് നമുക്ക് അതിനെ വളരെ ടാർഗറ്റഡ് ആയിട്ട് കൊടുക്കാവുന്ന സേഫ് ആയിട്ടുള്ള മരുന്നുകളും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ക്യാൻസർ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഏറ്റവും ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ഒരു ജീവിതം കൃത്യമായ ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിനൊരു മുൻകരുതൽ എന്നോണം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. സുജീവ് പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.